നമസ്കാരം സുഹൃത്തുക്കളെ. യു കെ ഏകദേശം തീരുമാനമായി. യു കെയിൽ റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരും. ഉടനെ തന്നെ കെയ്ർ സ്റ്റാർമർ പാർട്ടി ജൻസി പ്രക്ഷോഭം ഉടനടി ഉണ്ടാകുന്നതായിരിക്കും. എത്രയധികം ജനങ്ങൾ വെറുത്തൊരു സർക്കാർ. അവർ അവരുടെ 4 വർഷം പൂർത്തിയാക്കില്ല, 1 വർഷമേ ആയിട്ടുള്ളൂ. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ലണ്ടനിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് യു കെയിൽ പ്രതീക്ഷിക്കാം. കരുതിയിരിക്കുക മലയാളികൾ. കാരണം ILR നിരോധിക്കും. ഇപ്പൊ ട്രംപ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള റൈറ്റ് ഒന്നുമല്ല. ട്രംപ് ഒരു മിഡിൽ ആവാൻ ശ്രമിക്കുന്നു, എക്സ്ട്രീം സെന്റർ ആവാൻ ശ്രമിക്കുന്നു. പക്ഷേ ചില സമയങ്ങളിൽ അദ്ദേഹം റൈറ്റിലേക്ക് പോയാൽ പോലും അദ്ദേഹം നൈജലിനെ പോലും സംസാരിക്കാറില്ല. അവർ പറയുന്ന ILR നിരോധിക്കും, അഭയാർത്ഥികളെ ഓടിക്കും, ഉള്ളവരെ തന്നെ വേണ്ട. എക്സ്ട്രീം, അതായത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ സമയമുണ്ട് മലയാളികൾക്ക്. തീരുമാനമെടുത്തോ, ബാഗ് പാക്ക് ചെയ്തു. അല്ലെങ്കിൽ അമേരിക്ക സംഭവിച്ച പോലെ പെട്ടെന്നൊരു നിയമം വരികയാണ്. H1B വിസയ്ക്ക് $1,00,000. നമ്മളെല്ലാം കണ്ടതാണ്. എയർപോർട്ടുകളിൽ തെക്കും തിരക്കും ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചെത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. ഉള്ളവർ ചത്ത അവസ്ഥയിൽ. ഈ ഒരു അവസ്ഥ ഉടനടി വരുന്നതായിരിക്കും യു കെയിൽ. യു കെയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോൾ കണക്കുകളിൽ 320 സീറ്റ് വാങ്ങിച്ചുകൊണ്ട് റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ഡേ മുതൽ ട്രംപ് പറഞ്ഞ വെയിറ്റും ചെയ്യില്ല. അവർ ഡേ 1 അവർ ആക്ഷൻ ആരംഭിക്കും. വിസയിലുള്ള വിദേശികളുടെ അവിടെയുള്ള ഒരു തീരുമാനമാകും ഉറപ്പായിട്ടും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക, നിൽക്കണമോ വേണ്ടയോ എന്ന്. അവിടെ ഇൻവെസ്റ്റ്മെന്റോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. കാറ് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആലോചിക്കുക. പണം സേവ് ചെയ്തു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ബാഗ് ചെയ്യേണ്ടി വരും. കെയ്ർ സ്റ്റാർമറും കൂട്ടരും ജനങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത്രയധികം ജനങ്ങളാൽ വെറുക്കപ്പെട്ട നേതാവില്ല. 1 വർഷമേ ആയിട്ടുള്ളൂ അവർ അധികാരത്തിൽ വന്നിട്ട്. 15 വർഷം കൺസർവേറ്റീവ്സ് ഭരിച്ച് നശിപ്പിച്ചു, 1 വർഷം ലേബർ പാർട്ടി. ജനങ്ങളെ മൂഡ് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് പറഞ്ഞാലും നിരാകരിക്കുക. സർക്കാർ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അത് അല്ല. രാത്രിയുടെ മറവുകളിൽ ഹിത്രോ എയർപോർട്ട് വഴി ഗാസയിൽ നിന്നും സിറിയയിൽ നിന്നും ആളുകളെ കൊണ്ടുവരുന്നതായിട്ട് ജനങ്ങൾക്ക് അറിവൂട്ടിയിരിക്കുകയാണ്. ഒരു ജൻസി പ്രക്ഷോഭം, ഒരു കലാപം പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏത് സമയത്തും പ്രതീക്ഷിക്കാം. അമേരിക്കയുടെ പങ്കുകൊണ്ടതിന്റെ പുറകിൽ ട്രംപ് വന്നു. ട്രംപ് വരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, യു കെ ഈസ് നോ മോർ. യു കെയുടെ കയ്യിൽ ഇനി പ്രതീക്ഷിക്കേണ്ട. കാരണം ജനങ്ങൾ വെറുക്കപ്പെട്ടു. പാർട്ടിയുടെ അകത്ത് തന്നെ ഒരു കലാപം പ്രതീക്ഷിക്കാം ഉടനടി. കലാപം വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ താഴെയിട്ട് ഒരു മിഡ് ടേം ഇലക്ഷൻ വന്നാൽ നമ്മുടെ കാര്യം വളരെ വളരെ പ്രശ്നത്തിലായിരിക്കും. കാരണം അവരുടെ നിയമം എന്ന് പറയുന്നത്, അവർ പറയുന്നത് അഭയാർത്ഥികളെ ഓടിക്കണം, വിസയിലുള്ളവരെ നിരോധിക്കണം, ILR നിരോധിക്കണം, പിന്നെ ആനുകൂല്യങ്ങൾ സിറ്റിസൺസിന് മാത്രം. തീർച്ചയായിട്ടും ശരിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ലക്ഷങ്ങൾ മുടക്കി പോയ മലയാളികൾ പലരും വിസയിലാണ്, പലരും PR കിട്ടിയിട്ടില്ല. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇനി അവർ മുന്നോട്ടുള്ള കാര്യം യു കെ തീരുമാനമായിരിക്കുകയാണ്. അപ്പൊ യു കെയിൽ കടന്നു വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് സ്വാൻ, അതായത് അവിടുത്തെ അരയന്നങ്ങളെ പിടിച്ച് തിന്നുന്ന അഭയാർത്ഥികൾ. അതായത് നമ്മൾ കണ്ടതാണ്, യു കെയിലൊക്കെ പോയവർ കാണാം ഈ തടാകങ്ങളിലേക്ക് സുന്ദരമായിട്ടുള്ള അരയന്നങ്ങൾ അല്ലേ, രസമാണ്. അവരിങ്ങനെ നീന്തി നടക്കുന്നു, അവർക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്ന വെള്ളക്കാരും ഇന്ത്യക്കാരൊക്കെ. ആ അരയന്നങ്ങളെ കഴുത്തെ പിടിച്ചിട്ട് കക്ഷത്ത് വെച്ച് വീട്ടിലേക്ക് കറി വെക്കാൻ കൊണ്ടുപോകുന്ന അഭയാർത്ഥികളുടെ വീഡിയോ പുറത്തു പോകുന്നതോടെ വെള്ളക്കാരെ ഇളകിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എന്ന് പറയുന്നത് റിഫോംസ് പാർട്ടി നൈജിൽ എന്ന് പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് അരയന്നങ്ങളെയാണ് പിടിച്ചു വിഴുങ്ങുന്നതെന്ന്. ഇപ്പൊ യു കെയിലേക്ക് ബോട്ടിൽ കടന്നു വരുന്ന സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവര് പറയുകയാണ് സ്വദേശത്തേക്ക് മടങ്ങാൻ സാധിക്കില്ല, അവിടെ ഭീകരമായ അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് അസൈലം വാങ്ങിച്ചവരൊക്കെ 1 വർഷം കഴിയുമ്പോൾ പണവുമായിട്ട് അവരെ സ്വദേശത്തേക്ക് വെക്കേഷന് പോകുന്ന വീഡിയോസ് പുറത്തു പോകുന്ന സായിപ്പന്മാരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് നമ്മള് പയറ്റി തെളിഞ്ഞവരാണ്. ആദ്യം നമ്മൾ പയറ്റുന്നത് നമ്മുടെ കോളേജിൽ പയറ്റും, പിന്നെ നമ്മുടെ സംഘടനയിൽ പയറ്റും, ഓഫീസിൽ പയറ്റും. എല്ലായിടത്തും ഉടായ്പുള്ള പയറ്റിയാണ് എല്ലാ മലയാളികളും യു കെയിലും അമേരിക്കയിലൊക്കെ കയറി പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും പയറ്റും. കാരണം സായിപ്പ് ഇതൊന്നും അറിയില്ല. സായിപ്പ് എന്ന് പറഞ്ഞ ശുദ്ധരാണ്, പാവങ്ങളാണ്. അവർക്ക് വലിയ ധാരണയൊന്നുമില്ല ഈ പുറം ലോകത്ത് അമേരിക്കയുടെ അല്ലെങ്കിൽ യു കെയുടെ വെളിയിൽ നടക്കുന്ന തട്ടിപ്പിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പൊ നമ്മൾ കണ്ടതാണ് കുവൈറ്റിൽ തട്ടിപ്പ്. കുവൈറ്റിൽ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങി യു കെയിലും
അമേരിക്കയിലും കാനഡയിലും പോയി വലിയ വലിയ വീടുകൾ വാങ്ങിച്ച് അവിടുന്ന് ലോൺ എടുത്ത് പറ്റിച്ച് വീണ്ടും അവരെവിടേക്കാ പറക്കുന്നത്? യു എയിലേക്ക്, ദുബായിലേക്ക് പറക്കുന്നത്. അതായത് കുവൈറ്റിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങി, ലണ്ടനിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങി, ദുബായി പോകുന്നു. ദുബായിൽ നിന്ന് ഒരു സർക്കസാണ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂട്ടത്തിലെ ചുരുക്കം ആളുകളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് തന്നെ അവിടെ കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നു. അടുത്ത 3 വർഷം ഞാൻ വീഡിയോ പറയാനുള്ള കാരണം 3 വർഷം വെയിറ്റ് ചെയ്യണ്ട. പലരും പറയും, ഓ ഇനിയുണ്ടല്ലോ 3 വർഷം റിഫോം ഈ ലേബർ പാർട്ടി. ഇല്ല, 3 വർഷം നിങ്ങൾ കരുതണ്ട. മാക്സിമം 6 മുതൽ 1 വർഷം വരെ മനസ്സിൽ കരുതുക. അതിനുള്ളിൽ തന്നെ മിഡ് ടേം ഇലക്ഷൻ വരുന്നതായിരിക്കും. ജെൻസി ആണ് അവിടുത്തെ പ്രശ്നം. അവർക്ക് മനസ്സിലായിരിക്കുകയാണ്, കാരണം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലക്ഷക്കണക്കിന് 2 മില്യൺ 3 മില്യൺ ആളുകളാണ് കഴിഞ്ഞ ആഴ്ച അവിടെ കൂടിയിരിക്കുന്നത്. ഓരോ മാസവും ഓരോ ദിവസവും ലേബർ പാർട്ടിയുടെ പുതിയ നിയമങ്ങളെ പറ്റി ജനങ്ങൾക്ക് അവർ അസന്തുഷ്ടരാണ് അതിനെപ്പറ്റി. അവരിപ്പോ ഡിജിറ്റൽ ID എന്ന് പറയാം. അവർ പറയുന്നു, അതായത് ഇല്ലീഗൽസ് ജോലി എടുക്കുന്ന തടയാൻ വേണ്ടിയാണ് ഡിജിറ്റൽ ID. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ അതൊന്നും എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കലിപൂണ്ട സായിപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കര, നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. നമ്മളൊക്കെ പാവങ്ങളാണ്. അവർ കലിപൂണ്ട സായിപ്പ് അടിച്ചു പൊട്ടിക്കും എല്ലാം. അതുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക. 3 വർഷം എന്നുള്ള സമയമല്ല, 1 വർഷം മാക്സിമം കൊടുക്കുക. 1 വർഷത്തിനുള്ളിൽ അമേരിക്ക പോലെ തന്നെ H1B പോലുള്ള സുപ്രധാനമായിട്ടുള്ള നിയമങ്ങൾ വരുന്നതായിരിക്കും. പല മലയാളികളുടെയും UK മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള നിൽപ്പ് അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരും. അവർ വരുന്നാൽ തന്നെ അവര് കടുത്ത നിയമങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ കരുതിയിരിക്കുക. നിങ്ങളുടെ എല്ലാ ഓപ്ഷൻസും പരിഗണിക്കുക. UK നിങ്ങളുടെ ഒരു സ്ഥിരം ഗ്രഹമാക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ. ഞാൻ തീർച്ചയായിട്ടും പറയാം, നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. പക്ഷേ അവസ്ഥ, മുന്നോട്ടുള്ള സൂചന അത്ര നല്ല സൂചനയല്ല.